Dear students, welcome back to plus 2 botany class. നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ നമ്പർ 2 സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞു വെച്ച സെക്ഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, റെഡി ആയിട്ടുണ്ടാവും, ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ ആയിരുന്നു ലാസ്റ്റ് പറഞ്ഞു വെച്ചത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിനിടയ്ക്ക് വരുന്ന ഒരു ചെറിയൊരു ടോപ്പിക് ഉണ്ട്. അതായത് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ടായിരുന്നു. പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ്, ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷെ അതിനിടയ്ക്ക് ഒരു ചെറിയൊരു ടോപ്പിക്ക് NCERT-യിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു പുതിയ ചാപ്റ്ററിൽ, 3rd ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ചെറിയൊരു ഭാഗം ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് നോക്കാം ആദ്യം. ഓക്കെ, സോ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ? അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ആൻഡ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്? ഇതാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് കാണാനുള്ളത്, ഈ ഒരു പോർഷനിൽ കാണാനുള്ളത്. അപ്പോൾ നമുക്ക് അത് ഓരോന്നായിട്ട് നോക്കാം. വാട്ട് ഈസ് ഹൈബ്രിഡൈസേഷൻ? Artificial hybridization, the process of crossing two genetically different plants artificially to obtain desirable offsprings എന്നതാണ് ഡെഫിനിഷൻ. രണ്ട് ജനറ്റിക്കലി ഡിഫറെൻ്റ് ആയ പ്ലാന്റ്സിനെ, നോർമലി പോളിനേഷനും ഫെർട്ടിലൈസേഷനും നടക്കാത്ത പ്ലാന്റ്സിനെ ആർട്ടിഫിഷ്യലായിട്ട് ക്രോസ് ചെയ്തിട്ട് ഏറ്റവും ഡിസൈറബിളായ ക്വാളിറ്റിയുള്ള ഓഫ്സ്പ്രിങ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. എന്ന് പറഞ്ഞാൽ ഈൽഡ് കൂടുതൽ കിട്ടുന്ന, റെസിസ്റ്റൻസ്, ഡിസീസിനോട് റെസിസ്റ്റൻസ് കൂടുതൽ കാണിക്കുന്ന പ്ലാന്റ്സിനെയും ആനിമൽസിനെയും, ഇപ്പോൾ നമ്മളിവിടെ പ്ലാന്റ്സിൻ്റെ കേസിലാണ് പറയുന്നത്, ഡെവലപ്പ് ചെയ്യുക, പ്ലാന്റ് വെറൈറ്റീസിനെ ഡെവലപ്പ് ചെയ്യുക, ക്രോപ്പ് പ്ലാന്റ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഇനി അതിൻ്റെ സിഗ്നിഫിക്കൻസ്. Through this technique, many improved varieties of crop plants are produced. These plants are always superior than their പാരൻസ്. അപ്പോൾ പാരൻസിനെക്കായി രണ്ട് പാരൻസ് ഉണ്ടാവും, മെയിൽ പാരൻറ്റും ഫീമെയിൽ പാരൻറ്റും. ഈ രണ്ട് പാരൻസിലുമുള്ള ക്വാളിറ്റീസിനെ, സുപ്പീരിയറായ ക്വാളിറ്റീസിനെ ഒരൊറ്റ ഓഫ് സ്പ്രിങ്ങിൽ കൊണ്ടുവരിക. അപ്പോൾ ഹൈബ്രിഡ് വിഗറാണ് കിട്ടുക. പ്ലാന്റിൻ്റെ പാരൻസിനെക്കായും ക്വാളിറ്റി കൂടിയ ഓഫ് സ്പ്രിങ്സ് ആണ് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ക്രോപ്പ് പ്ലാന്റ്സിൻ്റെ ഇംപ്രൂവ്ഡ് വെറൈറ്റീസിനെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത്. Okay, artificial hybridization is the process in which only desirable pollen grains are used for pollination. Okay, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കാം. നോക്കൂ, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ പ്ലാൻ ബ്രീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാൻ വേണ്ടി ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യണം അല്ലേ? ഡേ ബൈ ഡേ എവർ ഇൻക്രീസിങ് പോപ്പുലേഷനാണ്. അപ്പോൾ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫുഡ് റിക്വയർമെൻറ്റ് കൂടുന്നുണ്ട്. പിന്നെ മാത്രമല്ല ലാൻഡ് ഏരിയ, കൾട്ടിവേഷനുള്ള ലാൻഡ് ഏരിയ കുറയുവാണ്. അപ്പോൾ ഇത് ലാൻഡ് ഏരിയ കുറഞ്ഞ് കൂടുതൽ ഈൽഡ് കിട്ടണം, കുറച്ച് സ്ഥലത്തുനിന്ന് കൂടുതൽ ഈൽഡ് കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി പുതിയ പുതിയ വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്തേ മതിയാവുള്ളൂ, റെസിസ്റ്റൻസ് കൂടിയ, ഈൽഡ് കൂടിയ വെറൈറ്റീസ്. അപ്പോൾ അതാണ് പ്ലാൻ ബ്രീഡിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇനി ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ സ്റ്റെപ്സ് ആണ്. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് പ്ലാൻ ബ്രീഡിങ്? ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാറുള്ളതാണ്, ശ്രദ്ധിച്ചോളാം. ഫസ്റ്റ്, സെലക്ഷൻ ഓഫ് പാരൻസ്. രണ്ടാമത് സെൽഫിങ് ഓഫ് പാരൻസ്, ക്രോസ് ഹൈബ്രിഡൈസേഷൻ. അതിനകത്ത് വരുന്ന പോയിൻറ്റ്സ് ആണ് ഇമാസ്കുലേഷൻ, ബാഗിങ്, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, റീബാഗിങ്, ടാഗിങ് എക്സെട്ര. ദെൻ ഹാർവെസ്റ്റിംഗ് F1 സീഡ്സ്. ഇതാണ് ഷോർട്ടായിട്ട് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ സ്റ്റെപ്സ്. ഫസ്റ്റ് വൺ, സെലക്ഷൻ ഓഫ് പാരൻസ്. അപ്പോൾ സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ പാരൻസ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷനിൽ നിന്നും ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള രണ്ട് പ്ലാന്റ്സിനെയാണ് പാരൻസ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തത് സെൽഫിങ് ഓഫ് പാരൻസ്. ഈ പാരൻസിനെ സെൽഫ് ചെയ്യണം, 2 to 3 ജനറേഷൻ സെൽഫ് ചെയ്യണം. അതതിൻ്റെ ക്യാരക്ടർ ഒന്നും കൂടെ പ്യുവർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ മൂന്നാമത്തത് ക്രോസ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ടോട്ടൽ പ്രോസസ്സ് അടങ്ങിയതാണ് ക്രോസ് ഹൈബ്രിഡൈസേഷൻ. അതിൽ ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നമ്മളെ അടുത്ത ചാപ്റ്ററിനകത്ത് പ്ലാൻ ബ്രീഡിംഗ് എന്ന് പറയുന്ന പോർഷനിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് സെൽഫിങ് എന്താ എന്നൊക്കെ നമുക്ക് അതിനകത്ത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാം. അപ്പോൾ സ്റ്റെപ്സ് മറക്കരുത്: സെലക്ഷൻ ഓഫ് പാരൻസ്,
സെൽഫിങ് ഓഫ് പാരൻസിൻ്റെ ക്വാളിറ്റീസ് പ്യുവർ ആക്കാൻ വേണ്ടിയിട്ടാണ് സെൽഫ് ചെയ്യുന്നത്. പിന്നെ ക്രോസ് ഹൈബ്രിഡൈസേഷൻ, അതിനകത്ത് വരുന്ന ഇമാസ്കുലേഷൻ, ബാഗിങ്, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, റീബാഗിങ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ ഓരോ ടേമും നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, ഇതിനകത്ത് ഈ സെൽഫിങ് എന്നുള്ള ടേം സെൽഫ് പോളിനേഷൻ എന്നുള്ളതാണ് കേട്ടോ ഡിനോട്ട് ചെയ്യുന്നത്. സെൽഫ് പോളിനേഷൻ, പാരൻറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവറിൽ സെൽഫ് പോളിനേഷൻ നടത്തണം എന്നാണ് സെൽഫിങ് ഓഫ് പാരൻസ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അതിനകത്ത് വരുന്ന ടേം ഇമാസ്കുലേഷൻ. വാട്ട് ഈസ് ഇമാസ്കുലേഷൻ? മസ്കുലിൻ പാർട്ട് കട്ട് ചെയ്യുക. ഇമാസ്കുലേഷൻ, റിമൂവൽ ഓഫ് ആന്തർ ഫ്രം ഫീമെയിൽ ഫ്ലവർ ബിഫോർ ഡെഹിസൻസ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ഫീമെയിൽ പ്ലാന്റിൽ 2 പാരൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് ഫീമെയിൽ പ്ലാന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവറിൽ നിന്നും ഫീമെയിൽ പാർട്ട് മതി നമുക്ക് ആന്തറിനെ റിമൂവ് ചെയ്യുക ബിഫോർ ഡെഹിസൻസ്. ആന്തർ പൊട്ടി പോളൻ ഗ്രെയിൻസ് വരുന്നതിന് മുന്നേ തന്നെ ആന്തറിനെ റിമൂവ് ചെയ്യുക. മനസ്സിലാക്കിക്കോളൂ. റിമൂവൽ ഓഫ് ആന്തർ ഫ്രം ഫീമെയിൽ ഫ്ലവർ ബിഫോർ ഡെഹിസൻസ് ടു അവോയ്ഡ് സെൽഫിങ്. അത് ഫോർസെപ്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സിസേഴ്സ് യൂസ് ചെയ്തിട്ടോ ഒക്കെ പതുക്കെ ആന്തറിനെ അവിടുന്ന് പറിച്ചു കളയണം, മാറ്റിക്കളയണം. അത് ഡിഹൈസ് ചെയ്യുന്നതിന് മുന്നേ സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇമാസ്കുലേഷൻ പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ പോളൻ ഗ്രെയിൻസ് അതിൻ്റെ സ്റ്റിഗ്മയിൽ ചെന്ന് വീഴും. നമ്മൾ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്നുള്ള പ്രോസസ്സ് ഫ്ലോപ്പായി പോകും. സെൽഫിങ് നടക്കാൻ പാടില്ല അവിടെ. നമ്മൾ ആ ഫ്ലവറിൽ വരേണ്ടത് നമ്മൾ രണ്ടാമത് സെലക്ട് ചെയ്ത പാരൻറ്റ്, മെയിൽ പാരൻറ്റിൽ നിന്നുള്ള പോളൻ ഗ്രെയിനാണ് വരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഇതിനകത്തുള്ള ആന്തറിനെ കട്ട് ചെയ്യണം. സോ ഇമാസ്കുലേഷൻ, removal of anther from female flower before dehiscence which prevent selfing. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ബാഗിങ് ആണ്. ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവർ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ആന്തർ കട്ട് ചെയ്ത് കളഞ്ഞ ഫ്ലവറിനെ നമ്മൾ ഒരു ബാഗ് വെച്ച് കവർ ചെയ്യണം. ബാഗിങ്. Okay, the emasculated flower should be protected from unwanted pollen grain by covering the flower with a bag. ഒരു ബട്ടർ പേപ്പർ ബാഗ് കൊണ്ട് ഫ്ലവറിനെ, നമ്മൾ ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവറിനെ മൂടി വെക്കണം, കവർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോളൻ ഗ്രെയിനെ ആ ഫ്ലവറിനെ മീറ്റ് ചെയ്യാൻ പാടുള്ളൂ. വേറെ എവിടെ നിന്ന് വരുന്ന പോളൻ ഗ്രെയിനും അതിനകത്ത് വരാൻ പാടില്ല. അതിനാണ് ബാഗിങ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഫ്ലവർ ബൈസെക്ഷൽ ആണെങ്കിൽ മാത്രമേ ഇമാസ്കുലേഷൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ, അതായത് ആന്തറും സ്റ്റിഗ്മയും ഒന്നിൽ തന്നെ ഉണ്ടെങ്കിൽ. ഫ്ലവർ യൂണിസെക്ഷൽ ആണെങ്കിൽ ഇമാസ്കുലേഷൻ എന്നുള്ള ഒരു സ്റ്റെപ്പ് ഇല്ല. അവിടെ പിസ്റ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആന്തർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇമാസ്കുലേഷൻ എന്നുള്ളൊരു സ്റ്റെപ്പില്ല യൂണിസെക്ഷൽ ആണെങ്കിൽ. ബൈസെക്ഷൽ ഫ്ലവറിൽ മാത്രമാണ് ഇമാസ്കുലേഷൻ നടത്തുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്ന പിക്ചർ ബാഗിങ് ചെയ്തതാണ് കേട്ടോ. ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവറിന് അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവറിന് അൺവാണ്ടഡ് പോളൻ ഗ്രെയിനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ കൊണ്ടുള്ള ഒരു ബാഗ് കൊണ്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, ബാഗിങ് എന്നുള്ള പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ്. നൗ വി ആർ ഗോയിങ് ടു സീ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ഇത്രയും മനസ്സിലാക്കിയത് പോളിനേഷൻ ആണ്. ഇത്രയും മനസ്സിലാക്കുക, പോളിനേഷൻ ആണ്. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മയാണ്. പക്ഷേ ആർട്ടിഫിഷ്യലാണ്, നമ്മൾ ചെയ്യുന്നതാണ്, ഒരു പ്ലാന്റ് ബ്രീഡർ ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് അതിനകത്ത് പ്രോസസ്സ്? വെൻ സ്റ്റിഗ്മ മെച്യൂർ, ബാഗ് ഈസ് റിമൂവ്ഡ്. ഫീമെയിൽ ഫ്ലവറിനെ കവർ ചെയ്ത ബാഗ് റിമൂവ് ചെയ്യുക. പോളൻ ഗ്രെയിൻസ് ആർ കളക്റ്റഡ് ഫ്രം മെയിൽ ഫ്ലവർ. ഒരു മെയിൽ പാരൻ്റ് ഉണ്ട്, അതിനകത്ത് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അതിൽ നിന്ന് പോളൻ ഗ്രെയിൻസിനെ കളക്ട് ചെയ്യുക. ഒരു ബ്രഷ് കൊണ്ട്, ചെറിയ ബ്രഷ് കൊണ്ട് പോളൻ ഗ്രെയിൻസിനെ കളക്ട് ചെയ്യുക. ദീസ് പോളൻ ഗ്രെയിൻസ് ആർ ഡസ്റ്റഡ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ ഫീമെയിൽ ഫ്ലവർ. നമ്മൾ ബാഗ് റിമൂവ് ചെയ്ത് വെച്ച് ആ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ കൊണ്ടുപോയി ഒന്ന് തട്ടിക്കൊടുക്കുക ഈ ബ്രഷ്. ദെൻ ഇപ്പം നമ്മൾ ചെയ്തതാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ഓക്കെ, അവിടുന്ന് എടുത്ത് പോളൻ ഗ്രെയിൻസിനെ ഇവിടെ സ്റ്റിഗ്മയിൽ കൊണ്ടുപോയി ഡസ്റ്റ് ചെയ്തു. അതിന് ശേഷം ഈ ഫ്ലവറിനെ റീബാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഫ്ലവറിന് വേണ്ട പോളൻ ഗ്രെയിൻസ് അവിടെ എത്തി. ഇനി വേറെ ഏത് പോളൻ ഗ്രെയിനും വരണ്ട, റീബാഗ് ചെയ്യുക. എന്നിട്ട് അത് അനക്കാതെ വെക്കുക. കുറച്ച് കഴിയുമ്പം അതിനകത്ത് ഫ്രൂട്ട്സും സീഡ്സും ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് ആർട്ടിഫിഷ്യൽ പോളിനേഷനാണ്. പോളിനേഷൻ കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ നടന്നാൽ അതിനകത്ത് ഫ്രൂട്ട്സും സീഡ്സും സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബാഗ് റിമൂവ് ചെയ്ത ഫീമെയിൽ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മ മെച്ചുർ ആകുമ്പോൾ അതിൻ്റെ മുകളിൽ മെയിൽ ഫ്ലവറിൽ നിന്നും കളക്ട് ചെയ്ത പോളൻ ഗ്രെയിൻസിനെ ഒരു ബ്രഷ് കൊണ്ട് പതുക്കെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ബാഗ് വീണ്ടും തിരിച്ച് അവിടെ തന്നെ ഇടുക, റീബാഗ് ചെയ്യുക. അലൗ ദ പ്ലാന്റ് ടു സെറ്റ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. ഫ്രൂട്ട് മെച്ചുർ ആകുമ്പം അതിനകത്ത് സീഡ് റൈപ്പൻ ചെയ്യുമ്പം ഫ്രൂട്ട് മെച്ചുർ ആവും. അത് കളക്ട് ചെയ്യുക. ആ സീഡ്സിനെ നമ്മൾ കളക്ട് ചെയ്യുക. എന്നിട്ട് അതിനെ മുളപ്പിച്ചെടുക്കുക, സീഡ് ജെർമിനേഷൻ.
ടു റേസ് F1 ജനറേഷൻ. ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ റേസ് ചെയ്തെടുക്കുക. ഇതാണ് പരിപാടി. അപ്പോൾ ഉണ്ടായ പ്രോജനീസിൽ പാരൻസിൻ്റെ ഗുണങ്ങൾ കൂടിയതുണ്ടാവും, പാരൻസിൻ്റെ ഒരു ഗുണവും ഇല്ലാത്തതുണ്ടാവും, മിക്സ് ചെയ്തതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ നിന്നും സുപ്പീരിയർ ആയിട്ടുള്ളതിനെ സെലക്ട് ചെയ്യണം. അപ്പോഴാണ് ഒരു പുതിയ വെറൈറ്റി നമുക്ക് റേസ് ചെയ്യാൻ പറ്റുക. ഈ ഒരു ടോപ്പിക്ക് ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പഴയ ഒരു ഫോർമാറ്റിൽ തന്നെ പോവാം. അടുത്തത് ഫെർട്ടിലൈസേഷനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻസ് ആയിരുന്നു. ഇനിയുള്ളത് ഫെർട്ടിലൈസേഷൻ. ആൻജിയോസ്പേമിൽ ഫെർട്ടിലൈസേഷന് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു എംബ്രിയോ സാക്കിൽ ഒരു ഒവ്യൂളിനകത്ത് 2 തരം ഫ്യൂഷൻ നടക്കുന്നതുകൊണ്ടാണ് അതിനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചൊരു ടോപ്പിക്കാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും. അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ ഒരു ചെറിയൊരു ഫോർമാറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തേക്ക് നോക്കുക. പോളൻ ഗ്രെയിൻസ് ആർ ഡെപ്പോസിറ്റഡ് ഓൺ സ്റ്റിഗ്മാറ്റിക് സർഫസിൽ പോളൻ ഗ്രെയിൻസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതായത് പോളിനേഷൻ വിൽ ടേക്ക് പ്ലേസ്. ദെൻ ആഫ്റ്റർ പോളിനേഷൻ ഇഫ് ദ പോളൻ ഗ്രെയിൻസ് ആർ കോമ്പാക്റ്റിബിൾ പോളൻ ഗ്രെയിൻസിനെ ആര് ആക്സെപ്റ്റ് ചെയ്യും? സ്റ്റിഗ്മ റിസീവ് ചെയ്യും. ദെൻ പോളൻ ജെർമിനേഷൻ ഒക്കർ, അതായത് പോളൻ ട്യൂബ് എമർജ് ചെയ്യും, പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്യും. ദെൻ പോളൻ ട്യൂബ് ക്യാരി 2 മെയിൽ ഗമീറ്റ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പോളൻ ട്യൂബ് ക്യാരി 2 മെയിൽ ഗമീറ്റ്സ് ആൻഡ് 1 വെജിറ്റേറ്റീവ് സെൽ. അപ്പം മെയിൽ ഗമീറ്റിനാണ് ഇവിടെ കുറച്ചും കൂടെ റെലവൻസ് ഉള്ളത്. ദെൻ പോളൻ ട്യൂബ് എൻ്റർ ഇൻ ടു എംബ്രിയോ സാക്ക്, അതായത് സ്റ്റിഗ്മയിലും കഴിഞ്ഞ് സ്റ്റൈലാർ ടിഷ്യൂവിലൂടെ ഗ്രോ ചെയ്ത് അവസാനം പോളൻ ട്യൂബ് ഒവ്യൂളിനകത്തെത്തി ഒവ്യൂളിൻ്റെ ഉള്ളിലുള്ള എംബ്രിയോ സാക്കിനകത്തേക്ക് എൻ്റർ ചെയ്യും. മൈക്രോപൈലിലൂടെയോ അല്ലെങ്കിൽ ചെലാസലിലൂടെയൊക്കെ എൻ്റർ ഇൻ ടു എംബ്രിയോ സാക്ക്. ദെൻ റിലീസസ് ദ 2 മെയിൽ ഗമീറ്റ്സ് റിലീസ് ദ മെയിൽ ഗമീറ്റ്സ് ഇൻ ടു ദ എംബ്രിയോ സാക്ക്. 2 മെയിൽ ഗമീറ്റ്സിനെയും ഒരു എംബ്രിയോ സാക്കിലേക്ക് റിലീസ് ചെയ്യും. ഇനി അവിടെ ആ മെയിൽ ഗമീറ്റ്സിന് എന്താണ് നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് മെയിൽ ഗമീറ്റ് ഫ്യൂസസ് വിത്ത് എഗ്. നമുക്കറിയാം സൈനർജിഡ് എന്ന് പറയുന്ന ഒരു സെല്ലുണ്ട്. അതിനകത്ത് ഫിംഗർ ലൈക്ക് തിക്കനിങ്, ഫിലിഫോം അപ്പാരറ്റസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ സൈനർജിഡ്സിൻ്റെ ഹെൽപ്പോട് കൂടി ഒരു മെയിൽ ഗമീറ്റ് എങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യും? എഗ്ഗിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ഓക്കെ, എംബ്രിയോ സാക്കിനകത്തുള്ള എഗ് സെൽസിലേക്ക് ഡയറക്റ്റ് ചെയ്യും. അങ്ങനെ ദ മെയിൽ ഗമീറ്റ് ഫ്യൂസസ് വിത്ത് എഗ് ടു ഫോം സൈഗോട്ട്. മെയിൽ ഗമീറ്റ് ഹാപ്ലോയിഡ് ആണ്, എഗ്ഗും ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ഡിപ്ലോയിഡായ ഒരു സൈഗോട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ദെൻ ദ സെക്കൻഡ് മെയിൽ ഗമീറ്റിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് സെക്കൻഡറി ന്യൂക്ലിയസ്, അല്ലെങ്കിൽ സെൻറ്ററിൽ കിടക്കുന്ന പോളാർ ന്യൂക്ലിയൈ ഫ്യൂസ് ചെയ്തിട്ട് ഫോം ചെയ്ത സെക്കൻഡറി ന്യൂക്ലിയസിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ആൻഡ് ദ മെയിൽ ഗമീറ്റ് ഫ്യൂസസ് വിത്ത് സെക്കൻഡറി ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ മെയിൽ ഗമീറ്റ് ഹാപ്ലോയിഡ് ആണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു. സെക്കൻഡറി ന്യൂക്ലിയസ് 2 ഹാപ്ലോയിഡ് സെല്ല് ഫ്യൂസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ അത് ഡിപ്ലോയിഡ് ആണ്. 2N. ഓക്കെ, ഡിപ്ലോയിഡ് ആണ്. അങ്ങനെ ഒരു ഹാപ്ലോയിഡായ മെയിൽ ഗമീറ്റും ഡിപ്ലോയിഡായ സെക്കൻഡറി ന്യൂക്ലിയസും കൂടെ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന സെല്ലാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് PEN, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഇത്രയാണ് ഒരു വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ നമുക്ക് ഡബിൾ ഫെർട്ടിലൈസേഷനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. ഇനി ആ ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ ആ ഒരു ഫ്യൂഷനെ 2 ടൈപ്പ് ഫ്യൂഷനാണ് പറയുന്നത്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്. ഓക്കെ, അപ്പോൾ 2 ഫ്യൂഷൻ നടക്കുന്നുണ്ട്. അതായത് ഒരു എംബ്രിയോ സാക്കിലേക്ക് റിലീസ് ചെയ്യുന്ന 2 മെയിൽ ഗമീറ്റ്സ് 2 ടൈപ്പ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഫ്യൂഷൻ എന്ന് നോക്കാം. വൺ ഓഫ് ദ മെയിൽ ഗമീറ്റ് ഫ്യൂസസ് വിത്ത് എഗ് ടു ഫോം സൈഗോട്ട്. ഓക്കെ, ഹാപ്ലോയിഡോ ആണ്. അങ്ങനെ സൈഗോട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ല് സൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഫ്യൂഷൻ ഈസ് കോൾഡ് സിംഗമി. ആൻഡ് ദ സെക്കൻഡ് മെയിൽ ഗമീറ്റ് ഫ്യൂസസ് വിത്ത് സെക്കൻഡറി ന്യൂക്ലിയസ്. മെയിൽ ഗമീറ്റ് ഹാപ്ലോയിഡ്, സെക്കൻഡറി ന്യൂക്ലിയസ് diploid. To form primary endosperm nucleus, it is triploid. So it is called a triple fusion. So both the syngamy and triple fusion together known as double fertilization. Okay. ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ആൻജിയോസ്പേമിൻ്റെ മാത്രം ഒരു പെക്യുലിയാരിറ്റിയാണ് കേട്ടോ. ഈ ഒരു സെക്ഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, അതിൻ്റെ സ്റ്റെപ്സ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതുപോലെ തന്നെ ഇമാസ്കുലേഷൻ പ്രോസസ്സ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ, താങ്ക്